ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മളെ വീട്ടിലെ താത്താരും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയ്യു ബേബിക്കാണെങ്കിൽ കുറച്ച് ഇടങ്ങേറായിട്ടാണ് സ്കൂൾക്ക് പോണത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ വണ്ടി നേരത്തെ വരും. ഞാനിപ്പോൾ എന്താ പറയുക, നിസ്കാരം കഴിഞ്ഞ് ഒന്നങ്ങോട്ട് ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൻ്റെ മന്ദപ്പിലാട്ടോ ആ ബുക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. ഉമ്മ എന്താ പറയുക, ഉമ്മ എന്നെ നീപ്പിച്ചിട്ട് ഉമ്മ കാര്യങ്ങളെല്ലാതും റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗമൊക്കെ ആക്കി വെക്കാനാട്ടോ ഉമ്മ വിളിക്കണത്. അപ്പോൾ എന്താ പറയുക, നമ്മളപ്പോൾ ആ ഉറക്ക ക്ഷീണത്തിലാണ് ഞാൻ ആ സംഭവങ്ങളൊക്കെ നേരാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ റെയ്യു ബേബിക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചു. പിന്നെ എന്തായാലും ഞാൻ എന്താ പറയുക, ഒരു 9 മണി 9:30 പോയാൽ 3 മണിക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാനൊരു തലക്കെ ഇതൊക്കെ ക്ലീൻ ആക്കാനും ഒക്കെ നിൽക്കും. അവർ താത്താർ അടുക്കളയിൽ നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് താത്താർ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ചിക്കൻ ബിരിയാണിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരു തലക്കെന്ന് ഒരു തല വരെ ഫുള്ള് വെതറി വലിച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടുന്നാ നേരാക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല കേട്ടോ. ശരിക്കും നമുക്ക് താത്താരുള്ളവർക്കൊക്കെ മനസ്സിലാവും. കാരണം താത്താരും കുട്ടികളും ഇങ്ങോട്ട് വന്നാൽ എന്താ പറയുക, ആകെക്കൂടി ഒരു അനക്കവും ഒരൊച്ചയും ബഹളമൊക്കെ കേൾക്കാരം. നമ്മൾ എത്ര നേരാക്കി വെച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. പിന്നെ ഉസ്താൻ താത്തായുടെ കുട്ടി ആദ്യം ഷേസു ബേബി നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഷേസാന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പന്ത് കളിക്കണത്. അപ്പോൾ അപ്പോൾ രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. ആദിക്ക് എന്നാൽ വല്ലാണ്ട് ഇങ്ങോട്ട് പന്തളി അറിയില്ല കേട്ടോ. പക്ഷെ ഷേസാനാണെങ്കിലോ റയ്യാൻ കളിക്കണ കണ്ടിട്ടൊക്കെ ഭയങ്കര എന്താ പറയുക, അത് നല്ലോണം പഠിച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഓല് ഭയങ്കര ഹാപ്പിയിലായിട്ട് ഓല് രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ജിഷാനാണ് കേട്ടോ അടിച്ചോരുന്നത്. ഓന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്ത് തരും കേട്ടോ. പക്ഷെ എന്താ പറയുക, ഈ ചൂല് കണ്ടിട്ട് എല്ലാവരും ഉമ്മാനെ കളിയാക്കാൻ കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ ചൂലെല്ലാം യൂസ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കാൻ കേട്ടോ. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ കട്ടിൻ്റെ അടിയൊക്കെ നമ്മൾ സാധാ നീളമുള്ള ചൂല് കൊണ്ട് അടിച്ചോരണം. എന്നാൽ അതിൻ്റെ അടിയിലൊക്കെ ഇത് പോരും കേട്ടോ. പക്ഷെ കട്ടിൻ്റെ അടിയിലേക്കൊന്നും ഇത് എന്താ പറയുക എത്തൂല കേട്ടോ. പക്ഷെ അല്ലാതെ നല്ല പൊടി നേരെ പോരാനും അതുപോലെ നമ്മളെ മുടികളാണെങ്കിലും നല്ല പൊടി ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ കഴിയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞില്ലേ, ഞാൻ ഒരു റൂം ഫുള്ള് വാരി വലിച്ചിട്ട് അതൊക്കെ ഒരു തലക്കന്ന് ഞാൻ മടക്കി വെച്ചിട്ടൊക്കെ ക്ലീനാക്കി. പിന്നെ അടുത്ത റൂം ഇതേപോലെ നേരെ മടക്കി വെച്ച് ക്ലീനാക്കി നീറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാനിവിടെ അടിച്ചോരും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ താത്താരും ഉമ്മയും അവിടെ നല്ല കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യലായിട്ട് നല്ല ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഉമ്മാടെ. അപ്പോൾ ഉമ്മ അവിടെ ചിക്കൻ പൊരിക്കും ചിക്കൻ കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ താത്താർ ചിക്കനിലുള്ള മസാല ഉള്ളിയൊക്കെ വാട്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജിഷാൻ അടിച്ചാലും ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും ഒന്നും എത്തൂല. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ നല്ല നീറ്റാക്കിയിട്ട് അടിച്ചോരിട്ടോ. പിന്നെ അത് തിരുമ്പാൻ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് തിരുമ്പാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താ പറയുക, മഴ പെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എനിക്ക് ഭയങ്കര വേർത്തിട്ട് വെള്ളത്തിൽ താഴ്ച്ചിട്ട് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല മഴ പെയ്യാണ് കേട്ടോ. പെരും മഴ പെയ്യാന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ കുട്ടികളൊക്കെ നല്ല പുറത്ത് കൂടെ നല്ല കളിയിലാണ് കേട്ടോ. മഴ കണ്ടാൽ നമ്മളും പണ്ട് ഇതേപോലെ തന്നെ അല്ലേ. ഞാനൊക്കെ പണ്ട് ഒരുപാട് മഴയത്ത് കളിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇവർക്ക് ഇത്രയും സന്തോഷം കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരും കേട്ടോ. പണ്ട് നമ്മൾ മഴ നനയുന്നതും അതുപോലെ എന്താ പറയുക, ചളിയിലും മണ്ണിലൊക്കെ കളിച്ചിരുന്നത് കേട്ടോ. അന്നൊന്നും നമുക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പോലെ കുറേ കളി സാധനങ്ങളും അല്ലെങ്കിൽ വണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുള്ള് മണ്ണിലും ചളിയിലും മാവുമ്മ കയറിയിട്ടും അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ചാടിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ റജനാസ് താത്തട്ട് തുടക്കണതും അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയോട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. പിന്നെ ഞാൻ തിരുമ്പിടാൻ പോയപ്പോൾ നല്ല മഴയുണ്ട്. എനിക്ക് എന്താ പറയുക, തിരുമ്പിയത് എവിടെ ഇടാനും സ്ഥലമല്ല കേട്ടോ. സ്ഥലം നമ്മൾ പുറത്തിട്ടാലും എന്താ പറയുക, അത് അതേപോലെ നനഞ്ഞങ്ങാണ്ട് തന്നെ കിടക്കും കേട്ടോ. ഉള്ളിലിട്ടാലും ഉണങ്ങാനൊരു ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെ എന്താ പറയുക, അത്യാവശ്യം നമ്മളെല്ലാവരും പണിയും കഴിഞ്ഞു കേട്ടോ. തുടക്കൽ അടിക്കൽ തിരുമ്പൽ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വരുമല്ലോ, അടിപൊളിയാട്ടോ, രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭക്ഷണം ഒരു 2 മണി കഴിഞ്ഞിട്ടാട്ടോ കഴിക്കണത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ
എപ്പോഴും നമ്മളെ ഉപ്പാനെ ഓർമ്മ വരും കേട്ടോ. ഉമ്മ ഉണ്ടാക്കണ ഞാൻ ചിലപ്പോൾ ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇല്ലാന്നല്ല കേട്ടോ. പക്ഷെ ഉപ്പ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. അതെന്താ പറയുക ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മളെ ഉമ്മാടെ ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ തിന്നിട്ട് എന്താ പറയുക നല്ലോണം ഒന്ന് കടന്നുറങ്ങി കേട്ടോ. സുഖമായിട്ടൊന്ന് കടന്നുറങ്ങി എണീറ്റപ്പോൾ അതാ പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ആ വൈകുന്നേരത്തെ ആ ഒരു വെയിലുണ്ടല്ലോ, ആ വെയിലും മഴയും പാടി ഒപ്പാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ. പിന്നെ നമ്മൾ വൈകുന്നേരം ഇതൊന്ന് മുതിർച്ചയ്ക്ക് പോകാൻ കരുതിട്ടോ. ഞാനിങ്ങനെ എപ്പോഴും വീഡിയോയിൽ ഹക്കീമാക്കട കാണാന്നൊക്കെ പറയുമ്പോൾ താത്താർക്ക് എന്താ പറയുക അവിടെ പോയിട്ടൊന്ന് കാണാനും ചായ കുടിക്കാനൊക്കെ ആഗ്രഹമായിട്ട്. അപ്പോൾ എന്നോട് ഇല്ല പോരുന്നുണ്ടോ ചോദിച്ചപ്പോഴത്തേന് ഞാൻ ഫസ്റ്റ് റെഡിയായി പോന്നു കേട്ടോ. പിന്നെ ഇതാ റയ്യാന് ഞാൻ അവിടെ നിർത്തി പോരാനായിരുന്നു. പക്ഷേ ഓൻ കരഞ്ഞങ്ങാണ്ട് വാശി പിടിച്ചിട്ട് ഞങ്ങളെ പിന്നാലെ പോന്നു കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞില്ല എന്താ പറയുക നമ്മളെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങിയാൽ നമ്മൾ മുതിർശ്ശിക്ക് എത്തും. കുറച്ചങ്ങട് നടന്നാൽ മുതിർശ്ശിക്ക് എത്തും. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മളെ ബാക്കിൽ കൂടെ ഇറങ്ങിയാൽ റോഡെത്തും. അവിടുന്ന് കുറച്ചങ്ങട് നടക്കണം മുതിർശ്ശിക്ക് ട്ടോ. മുതിർശ്ശിയിലെത്തിയിട്ട് നമ്മൾ ഹക്കീമാക്കയുടെ കടയിൽ കയറിയിട്ട് എല്ലാവരും ചായ പറഞ്ഞു ട്ടോ. റയ്യാന് നല്ലൊരു ലൈമ് മതിയാണ് ട്ടോ. പിന്നെ ഇത് പോക്കറ്റ് ഷവർമ്മ റോളോ അല്ല ബ്രെഡ് റോളാണ് ട്ടോ. റയ്യാന് ഷവർമ്മ റോളും പറഞ്ഞു. ബ്രെഡ് പോക്കറ്റ് റോളാട്ടോ പറഞ്ഞത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഷവർമ്മ റോളിനേക്കാളും എന്താ പറയുക ഇത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ചായ കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ചായ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടോ. ഇങ്ങനെ എന്താ പറയുക ഈ റെജിന താത്താനൊക്കെ ഇങ്ങനെ എപ്പോഴേലും എന്താ പറയുക തിരിയിട്ടാൽ കാണുന്ന പോലെ എപ്പോഴേലും ഉള്ളൂട്ടോ കിട്ടുക. ഓളങ്ങനെ എപ്പോഴും വരൂല കേട്ടോ. ഓൾക്കിങ്ങനെ തോന്നണം. അപ്പോൾ ഓളെ വിളിച്ച് വിളിച്ച് നിർബന്ധിച്ചാണ് കേട്ടോ വരിക. അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചായ കുടിക്കുക എന്താ പറയുക. പിന്നെ നമ്മളെ താത്താർ വരിക എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അത് പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴും എന്താ പറയുക ഓലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഓല് വീട്ടിലേക്ക് വരിക പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഓലെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻസി കയറി ട്ടോ. അപ്പോൾ റെജിനസ് താത്ത ഫയ്യമോൾ കുറച്ച് വളമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി ട്ടോ. പിന്നെ ഇതാ റയ്യാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതങ്ങനെ റെജിനസ് താത്ത വാങ്ങിക്കൊടുത്തു ട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക പിന്നെ ഓൾ കുറച്ച് എന്തൊക്കെ ഐറ്റംസ് ഓള് നോക്കുന്നുണ്ട് അവിടെ ഫയ്യമോൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ. പച്ചക്കറി വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു ഇതേപോലെ നടന്നിട്ട് തന്നെ കേട്ടോ പോണത്. കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം മാറ്റിയിട്ട് സിപ്പപ്പ് വാങ്ങിയിട്ട് എനിക്ക് ഇതിനോട് പെട്ടെന്ന് ഐസ്ക്രീം വേണ്ട തോന്നിയിട്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ.